എന്താടി? അമ്മ എവിടെ പോവാ? നാട്ടിലേക്ക്. എന്നോട് എന്താ ഒരുങ്ങാൻ പറയാത്തെ? ഞാൻ പോരണ്ടേ? വേണ്ട, നീ ഇവിടെ കുറച്ചു ദിവസം നിൽക്ക്. ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നിന്നെ അതിനെ ഇവിടെ കൊണ്ടുവന്ന്. എന്തിന്? വർഷ വയ്യാതിരിക്കുന്ന നീ കണ്ടില്ലേ? ശ്യാമളേച്ചിക്ക് ശരത്തേട്ടനും ഓഫീസിൽ പോണം. ഒരത്യാവശ്യം വന്ന വർഷയ്ക്ക് സഹായത്തിന് ഇവിടെ ആരുമില്ല. അവിടെ നിന്ന് പോരുമ്പോ എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പ പറയാൻ മനസ്സിലായിരുന്നു. ഇപ്പോഴാ സൗകര്യപ്പെട്ടത്. എന്താ പോരെ? ഇവിടെ താമസിക്കണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞില്ലല്ലോ. അച്ഛനല്ല, ഞാനാ പറയുന്നേ. പോരാ, അച്ഛൻ പറയണം. അല്ലെങ്കിൽ നീ അനുസരിക്കില്ലേ? ഇല്ല, ഞാനും അമ്മയുടെ കൂടെ തിരിച്ചു വരും. നിന്നെ എന്റെ കൂടെ കൊണ്ടുപോകാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. എന്നെ പൂട്ടിയിടാൻ പറ്റുമോ? ഇവിടെ നിന്ന് എറണാകുളം വരെ യാത്ര ചെയ്യാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. രത്നമ്മേ, വിജയനോട് പറഞ്ഞിട്ടല്ലേ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്? അതേന്ന്, വിജയനല്ലേ ടിക്കറ്റ് ബുക്ക് ചെയ്തതും റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടതും. ഇവിടെ കുറെ ദിവസം താമസിച്ച് ജോലി ചെയ്യണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞില്ല. വിജയനെ വിളിക്ക് രത്നമ്മേ. അല്ലാതെ ഇവള് സമ്മതിക്കും. സമ്മതിപ്പിക്കാൻ എനിക്കറിയാലോ. ഇല്ല, സമ്മതിക്കില്ല ഞാൻ. തല്ലും വഴക്കും ഒന്നും വേണ്ട, വിജയനെ വിളിക്ക്. ഹലോ. ഹലോ. ആ വിജയേട്ടാ. ആ, നീ അവിടുന്ന് പോകുന്നില്ലേ രത്നമ്മേ? ഇറങ്ങാൻ തുടങ്ങുക. ജാനിക്കൊരു വിശ്വാസക്കുറവ്. അവളെ ഇവിടെ ജോലിക്ക് നിർത്താൻ കൊണ്ടുവന്നത് വിജയേട്ടന് അറിയാതെയാന്ന്. ഞാൻ അവൾക്ക് കൊടുക്കാം. വിജയേട്ടനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. അച്ഛാ, അച്ഛൻ പറഞ്ഞായിരുന്നു അമ്മയോട് എന്നെ ഇവിടെ നിർത്തിയിട്ട് പോരാ. മോളെ, അതൊരു അത്യാവശ്യം വന്നപ്പോ സഹായിക്കാൻ വേറെ ആരും ഇല്ലാതെ. മാത്രമല്ല, അച്ഛൻ അവിടെ നിന്ന് തന്നെ എന്നോടൊരു വാക്ക് പറയായിരുന്നല്ലോ. നിന്നോട് എങ്ങനെ പറയുന്നു ഓർത്തിട്ടാ മോളെ. അച്ഛൻ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ല. അച്ഛന്റെ മനസ്സിലും ഇപ്പൊ ഞാനൊരു വേലക്കാരി മാത്രമല്ലേ? ആർക്ക് വേണമെങ്കിലും വാടകയ്ക്ക് കൊടുക്കാം, വേണമെങ്കിൽ വിൽക്കാം. ജാനി മോളെ, നീ അങ്ങനെ പറയരുത്. എന്റെ അവസ്ഥ നിനക്ക് അറിയാഞ്ഞിട്ടാ. സാരമില്ല, ഞാനിവിടെ നിന്നോളാം അച്ഛാ. അച്ഛൻ വാക്ക് കൊടുത്താണല്ലോ. എത്ര കാലം വേണമെങ്കിലും നിന്നോളാം. ഫോൺ അമ്മയ്ക്ക് കൊടുക്കുക. വിജയേട്ടാ, ഞാൻ ഇറങ്ങാനുള്ള തിരക്കില്ല. പിന്നെ വിളിക്കാം. ഇപ്പൊ നിനക്ക് തൃപ്തിയായില്ലേടി? ശ്യാമളേച്ചി പറയുന്നത് കേട്ട് അനുസരണയോടെ നിന്നോളണം. ഇവിടുത്തെ സകല ജോലിയും ചെയ്തോളണം. നിന്നെപ്പറ്റി ഒരു പരാതിയും കേൾക്കാൻ ഇട വരരുത്. അവൾക്ക് വിജയേട്ടൻ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. പോകാം.
ഡീ ഞാൻ പോവാ. എല്ലാ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വന്തം വീട് പോലെ നോക്കിക്കൊള്ളണം. നിന്നെപ്പറ്റി എന്തെങ്കിലും ഒരു പരാതി വന്നാ നീ അങ്ങോട്ടാ തിരിച്ചു വരണ്ടേന്ന് ഓർത്തോളണം. എന്തിനാ ചിറ്റ ഭീഷണിയൊക്കെ? ഇവള് മര്യാദക്കാരിയാണല്ലോ. ഇവളോ? ഇവളുടെ അഹങ്കാരം നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. 17 കൊല്ലമായിട്ട് ഞാൻ കാണുന്നതാ. മതി, പോകാം. പറഞ്ഞ് ജോലി ചെയ്തില്ലെങ്കിൽ ഇടയ്ക്ക് കരണക്കുറ്റിക്ക് ഓരോന്ന് കൊടുത്താൽ മതി. ചെയ്തോളൂ. ഞങ്ങളാരും നിന്നെ ഉപദ്രവിക്കില്ല. നീ ആത്മാർത്ഥമായിട്ട് നിന്നാ മതി. രത്നമ്മേ വാ. പോട്ടെ മോളെ. ശരി. കുറച്ചു ദിവസം ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്ക്. നിന്നെ വിളിച്ചോണ്ട് പോകാൻ ഞാൻ തന്നെ വരാം. പോട്ടേടി, അകത്ത് കയറിപ്പോ. ഇവിടെ നിൽക്കണ്ട.